ഇവിടെ ചില പൊതുബോധങ്ങൾ ഉണ്ടാക്കി വച്ചിരിക്കുകയാണ്. എന്താ? ബംഗ്ലാദേശിൽ നിന്ന് ചില ആളുകൾ ഇവിടെ നുഴഞ്ഞു കയറി ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ഏതെങ്കിലും സാധാരണക്കാരനല്ല പറഞ്ഞു വെക്കുന്നത്. മറിച്ച് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മുതൽ ആഭ്യന്തരമന്ത്രി മുതൽ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു വാചകമാണ് ഇവിടെ നുഴഞ്ഞു കയറ്റക്കാരുണ്ട് എന്ന്. ആ നുഴഞ്ഞു കയറ്റക്കാർ അവരുടെ വേഷം കൊണ്ട് മനസ്സിലാകുമെന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പൊതുബോധം ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് NRC കടന്നു വരുന്നത്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് SIR ഇവിടെ ധൃതി പിടിച്ചുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും അവർ വേർതിരിച്ചെടുക്കണം, അങ്ങനെ ഒരു വിഭാഗത്തെ ഇവിടെ നിന്ന് പുറന്തള്ളണം എന്ന ഒരു അപരമത വിദ്വേഷത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രവർത്തനമാണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ മീഡിയകളിലൂടെ ഇങ്ങനെ ഒരു പൊതുബോധം നിർമ്മിച്ചു വെച്ചിരിക്കണം. എന്ത്? ഇവിടെ കുറച്ച് കുഴപ്പക്കാരുണ്ട്, പ്രശ്നക്കാരുണ്ട്, അവർക്കിട്ട പേരാണ് മുസ്ലിങ്ങളെന്ന്. അതുകൊണ്ട് അവരിവിടെ ജീവിക്കാൻ കൊള്ളാത്തവരാണ് എന്ന രീതിയിലേക്ക് അവരെ ആഖ്യാനിച്ചു കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ മനുഷ്യനെ കണ്ടപ്പോൾ അദ്ദേഹത്തെ പെട്ടെന്ന് അവർ ഒരു ബംഗ്ലാദേശിയാണ് എന്നങ്ങ് വിചാരിച്ചു. ബംഗ്ലാദേശി ആണെങ്കിൽ പിന്നെ കൊല്ലപ്പെടണം എന്നാണ്, പിന്നെ അതിലെന്തില്ല, സംശയമില്ല. ആലോചിച്ച് നോക്കി നിങ്ങൾ. മുസ്ലിം പേരുള്ളവനാണെങ്കിൽ അവൻ കൊല്ലപ്പെട്ടാൽ കുഴപ്പമില്ല എന്നുള്ളത്. അതെന്തുകൊണ്ടറിയോ? അതിനെയാണ് ഇസ്ലാമോഫോബിയ നമ്മൾ വിളിക്കുന്നത്.